നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം, എല്ലാ ദിവസവും സൺഡേയിലാണ് നമുക്ക് ബ്ലൗസിൻ്റെ വീഡിയോ. ഇപ്പം മഴയൊക്കെ അല്ലേ, ഒത്തിരി പേരെല്ലാവരും വീട്ടിലൊക്കെ എൻ്റെ ദൈവമേ മഴയുടെ ഘടനകളൊക്കെ അനുഭവിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും മഴയല്ലേ, അപ്പം ഒരു ഇച്ചിരി നേരത്തെ ആയിക്കോട്ടെ എന്ന് വെച്ചു വീഡിയോ. സൂപ്പർ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പർ ബ്ലൗസാ. ഇത്രയും കാലം ഏത് ബ്ലൗസ് കാണിച്ചാലും ഇങ്ങനെ പറയുമല്ലോ എന്ന് വിചാരിക്കരുത്. കണ്ടോ നിങ്ങളിത് ഇപ്പം ഈ മഴയൊക്കെ അങ്ങ് പോകും. എന്നാ പറയുന്നത്, കർക്കടകമൊക്കെ പോയി, കാർമേഘമൊക്കെ പോയി, നല്ല പൊന്നിൻ ചിങ്ങം ഒക്കെ തെളിഞ്ഞ് ഓണം സെലിബ്രേഷൻ എല്ലാം ചെയ്യട്ടെ നമുക്ക്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം അന്നേരത്തേക്കും ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചോ. നമ്മൾ ചിലപ്പോൾ അന്നേരം കേരള സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരത്തില്ല. ഇതിനകത്ത് എല്ലാ കളറും ഞാൻ അടിച്ചു മാറ്റും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. വെറുതെ ഇതില്ലേ ഡാർക്ക് മെറൂണെ കൂടെ സിൽവർ ആണ് പോയിരിക്കുന്നത്. അപ്പോൾ പലർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും വന്നൊരു സംശയമാണ്, ഇതിങ്ങനെ ഇളകി 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 കയ്യിലും മേത്തും എല്ലാം പിടിക്കുമെന്ന്. ഇത്രയും വരെ ഇളക്കിയിട്ടും ഒന്നും എൻ്റെ ശരീരത്തുണ്ട് ഒന്നും പിടിച്ച് കണ്ടിട്ടില്ല. പക്ഷെ വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഇത് പോകത്തില്ലെന്നാണ് അതിൻ്റെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സ് പറഞ്ഞത്. പോകത്തില്ല, പോയതായിട്ടൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇവരെല്ലാം ഇത് ക്വാളിറ്റി ചെക്കൊക്കെ നടത്തിയിട്ടുള്ള സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. എന്താണെന്നെങ്കിലും നല്ല ഭംഗിയല്ലേ, നോക്ക്. ഡാർക്ക് മെറൂണേ, കേരള സാരിക്കൊക്കെ എന്നാ രസമായിരിക്കുമോ. പിന്നെ നിങ്ങൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ സിൽക്ക് സാരി ഉണ്ടെങ്കിൽ പോലും അതിനിടാൻ നല്ല ഭംഗിയാണ്. കാരണം ഇത്തരം ഈ ബുട്ട ഇല്ലേ, ഇങ്ങനെ ബുട്ട വന്നേക്കുന്നത് കൊണ്ട് നല്ല രസമാണ്. അയ്യോ, ഞാൻ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഇത് കേട്ടിട്ട് ബ്ലൗസ് വാങ്ങിക്കാവുള്ളേ. ഇത് സ്ക്രീനിൽ എഴുതിയേക്കുന്ന കേട്ട് മടുത്ത് കാണും. ഇപ്പോൾ സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസ് ഇപ്പം XL ആണെന്ന് വെച്ചോ, അല്ല XXL ആണെന്ന് വെച്ചോ. XXL ആണെന്ന് തോന്നിയത്. അപ്പോൾ XXL വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ബ്ലൗസ് എടുക്കാം. മീഡിയം ദാ, ലാർജ് ദാ, XL ദാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തരാനില്ല. ഈ ഒരു ബ്ലൗസ് അതേ ഉള്ളൂ തരാൻ. അത് ഫ്രീ സൈസാണ്. XXL വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഓക്കെ ആകും. അത് സ്കിൻ ഫിറ്റ് ആണ്. അതുകൊണ്ട് XXL മേളിലോട്ടുള്ളവർ എടുക്കുന്ന സ്വന്തം റിസ്കിൽ എടുക്കുക. നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പിന്നെ ഓരോരുത്തരുടെ ഇപ്പം XL ആണെന്ന് പറഞ്ഞാൽ പോലും ഓരോരുത്തരുടെ ശരീര ഷേപ്പിനും വണ്ണത്തിനും കൈയുടെ വണ്ണത്തിനും ഈ ഷോൾഡറിൻ്റെ ഇതിനും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഡോസ് എടുത്ത് ബോധ്യം വന്നവരെടുത്തോളുക. പിന്നെ ചിലതിന് സ്ട്രെച്ച് കൂടുതലും ചിലതിന് സ്ട്രെച്ച് കുറവും ഒക്കെ വരുന്നുണ്ട്, പലതവണ വരുന്നത് ഈയിടെയായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് ഒരു മിനിമം സ്ട്രെച്ച്, ഓവർ സ്ട്രെച്ച് ഇല്ല. ഓവർ സ്ട്രെച്ച് വന്നാൽ എന്താണെന്നറിയോ കുഴപ്പം, നമുക്ക് ശരിക്കും ബനിയൻ ഫീല് തോന്നിക്കും. ഇത് പക്ഷെ ഒട്ടും ഇട്ട ബനിയൻ ഫീല് തോന്നിക്കത്തില്ല. കൈക്കൊക്കെ ഇതുണ്ട്, കറക്റ്റ് ഫിറ്റിങ്. നമ്മൾ എവിടെ ബ്ലൗസ് തയ്ച്ചാൽ ഇത്രയും ഫിറ്റിങ് കിട്ടും. ഇത്രയൊക്കെ വർക്ക് ചെയ്ത് ബ്ലൗസ് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യിച്ചു നോക്കി എത്ര രൂപയാകും. പിന്നെ ഇതിന് യാതൊരു വിധത്തിലും റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ല. അത് സ്ഥിരം കസ്റ്റമർ ആണെങ്കിലും ശരി, ആദ്യത്തെ കസ്റ്റമർ ആണെങ്കിലും ശരി, കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് ഒരുപോലാണ്. ഒരു ബ്ലൗസിൻ്റെ കാര്യത്തിലില്ല കേട്ടോ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിച്ചാൽ മതി. ഞാനത് അങ്ങനെ തന്നെ എൻഷുർ ചെയ്ത് പറയുക. അതിപ്പോൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്താലും ഇല്ല, ഓൺലൈനിൽ പർച്ചേസ് ചെയ്താലും ഇല്ല. ഒലീവ് ഗ്രീൻ, ഇതൊക്കെ നല്ല റെയർ കളർ. ഒലീവ് ഗ്രീൻ എന്ന് പറയുന്ന റെയർ കളറാണെന്നല്ല ഞാൻ പറഞ്ഞു. ബ്ലൗസിന് ഈ ഇങ്ങനത്തെ പേസ്റ്റൽ ചാർട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ലേ. ഇപ്പം ഇതിന് ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വരുന്ന ഓർഡർ വെച്ച് നോക്കുമ്പോൾ ഇല്ല, റീസ്റ്റോക്ക് കൊണ്ടുവരാതെ തന്നെ അത്യാവശ്യം ഇതുണ്ട്. പക്ഷെ നിങ്ങൾ അമാന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നത് നല്ല പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. ഇങ്ങനത്തെ പേസ്റ്റൽ കളറുകൾ ഇട്ടിട്ട് സെറ്റ് സാരിയോ അല്ലെങ്കിൽ പ്ലെയിൻ സാരിയോ അല്ലെങ്കിൽ സിൽക്ക് സാരിയോ ഈയിടെ ഞാൻ കാണിക്കാം, അടുത്ത ദിവസം ഞാൻ കാണിക്കാം ഇതിൻ്റെ തന്നെ ഇതിന് ചേരുന്ന സാരി, ആപ്റ്റായിട്ടുള്ള സാരി. നിങ്ങൾ ഇതുകൂട്ട് ബ്ലൗസ് ബുക്ക് ചെയ്ത് എടുത്തു വെച്ചോ, എന്നിട്ട് സാരി ബുക്ക് കാണുമ്പോൾ അന്നേരം വാങ്ങിച്ചു വെച്ചാൽ മതി. ഇതിനെല്ലാം ചേരുന്ന സാരിയും കൂടെ വന്നിരിപ്പുണ്ട്. എങ്കിൽ പിന്നെ അതൊന്നിച്ച് എന്നെ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം നമുക്ക് ഒന്നിച്ച് നല്ലതാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ലോ. പിന്നെ ഇത് സ്കിൻ ഫിറ്റ് ബ്ലൗസാണ്. ഇതിന് ഓപ്പണിംഗ് ഇല്ല, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ബാക്ക് നെക്ക് ഇങ്ങനെ ഇരിക്കും. ഓവറായിട്ട് ഇറങ്ങിയല്ല, ഓവറായിട്ട് കയറിയല്ല, കറക്റ്റാണ്. എൻ്റെയൊക്കെ നോട്ടത്തിൽ കറക്റ്റാണ്. പിന്നെ പ്രിൻസസ് കട്ടാണ്. ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഇത് ഒത്തിരി ഇറങ്ങി കഴുത്ത് വേണോ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓവറായിട്ട് ഇറങ്ങി കിട്ടത്തില്ല, പക്ഷെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞിട്ട് കറക്റ്റാണ്. കണ്ടോ, നേവി ബ്ലൂ കേട്ടോ. നേവി ബ്ലൂ തന്നെ ബുട്ട വരുന്ന കഴിയുമ്പോൾ എന്നാ ഒരു പാർട്ടി ടച്ചാണ് തരുന്നതെന്ന്. ഏറ്റവും എനിക്കിത് ഞാൻ പറഞ്ഞിട്ട് ഓണം വരുമ്പോഴാണ് നമുക്കിതിന് വില വരുന്നത്. കണ്ടോണം, ഓണം വരുമ്പോൾ നമുക്ക് കേരള സാരി ഉടുക്കാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള കേരള സാരി മാത്രം തപ്പിയെടുത്താൽ മതി.
കേരള സാരിക്കെല്ലാം വിത്ത് ബ്ലൗസ് ആയിട്ട് 90% അതിന്റെ തന്നെയല്ലേ വരുന്നേ, അല്ലാതെ വേറെ ഇതാ. പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ബീട്രൂട്ട് കളർ. എന്താ ഇതിന്റെ ഈ പ്രിൻസസ് കട്ട് വരുന്നടോ ഫ്രണ്ട് കേട്ടോ. ചിലർക്ക് അതിനകത്തൊരു ഡൗട്ട് വളരെ ചുരുക്കം പേര് ചോദിക്കാറുണ്ട്. അത് പ്രിൻസസ് കട്ട് വരുന്നടോ ഫ്രണ്ട്. കഴുത്തിനിറക്കം കൂടുതലുള്ളടം ബാക്കി വൈറ്റ്. വൈറ്റ് നല്ലതാ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ, ഒത്തിരി നല്ല കേട്ടോ. പാർട്ടി വെയർ ആയിട്ടും ചർച്ച് വെയർ ആയിട്ടും ഒക്കെ ഇടാനൊക്കെ ആയിട്ട് നല്ലതാ. അത്യാവശ്യം സ്ട്രെച്ച് ഉണ്ട്, പിന്നെ ഓവറായിട്ട് സ്ട്രെച്ച് ഇല്ല. അത്യാവശ്യം കട്ടിയും ഉണ്ട്. പക്ഷെ കട്ടി ഉണ്ടെങ്കിൽ ഇച്ചിരി കട്ടി ഉള്ളതാണ് നല്ലത്. എന്നാന്നറിയോ, തീരെ ഇങ്ങനെ ഉള്ളിത്തൊലി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നാ പറ്റുമെന്ന് അറിയാവോ, ബനിയനാന്ന് തോന്നിക്കും, അതൊരു രസമില്ല. ബ്ലാക്ക്. ഹായ് 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 ഹായ്. ഞാൻ ഇതിൻ്റെ ഒരു സാരിയും കൂടി ഇട്ട് കാണിക്കേണ്ടതാണ്. എനിക്ക് മടിയായിരുന്നു ഇപ്പോൾ സാരി എടുക്കാൻ ഭയങ്കര മടി. മഴ പെയ്യുമ്പോൾ മടി കയറുന്ന മനുഷ്യരുണ്ടോന്നേ? എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ? എനിക്കുണ്ട്. ഈ മഴ പെയ്താൽ പിന്നെ ഭയങ്കര മടിയാണ്, എല്ലാ കാര്യത്തിലും മടിയാണ്. മഴയില്ലാത്തപ്പോഴൊന്നും പിന്നെ നിങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നേ. മഴയില്ലാത്ത മടിയൊക്കെ ഉണ്ട്. മടിയൊക്കെ ഇല്ലാത്ത പെണ്ണുങ്ങൾ ആരാളോ അല്ലേ? ഇച്ചിരി മടിയൊക്കെ വേണം നീ അല്ലേ? കഷ്ടപ്പാട് മാത്രം പോരല്ലോ, മടിയും വേണം. നല്ലപോലെ ജോലി ചെയ്യുന്നവർക്ക് ഇച്ചിരി മടിക്കൊക്കെ പിടിച്ചിരിക്കാം. ഞാനൊക്കെ നല്ലപോലെ ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്. ചെയ്യുന്ന ജോലി ചെയ്യും എന്നുകൊണ്ട് ചത്തുകെട്ട് എന്തുവാ എന്നൊക്കെയോ. നിങ്ങളെ ഈ നിൽക്കുന്ന സാധനത്തിനെയൊക്കെ മേക്കണേ തന്നെ എന്നെ കൊണ്ട് മൊത്തത്തില്ലല്ലോ. അതിന് തന്നെ ഒരു 9 പേരെ വിളിക്കണ്ടേ? വിളിക്കോ? തള്ളളോ? ആ തള്ളളോ പറയാ. ഇവിടുന്ന് അടിക്കുന്ന ഡയലോഗുകൾക്കാണ് ഞാൻ മറുപടി പറയുന്നത് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ എന്നൊക്കെ ഈ പറയുന്നത്. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് ഈ ഇവിടുത്തെ കാണുന്ന എന്നെ പറയുന്ന ഈ സംഭവങ്ങൾ മുഴുവൻ അറിയാം. അല്ലാത്തവർക്ക് ഇത് എന്തോ ഈ പെണ്ണുമ്പോൾ എന്തൊക്കെയായി പറയുന്നത്. പിങ്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലൗസ്. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കഴിക്കുമായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. 2, 3, 4 പീസ് എടുത്ത് വെച്ചോ, കാരണം ഉപകരിക്കും. ഞാൻ ഉറപ്പ് തരിക. എനിക്ക് എന്താണേലും വേണം. ഞങ്ങൾക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യും എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇൻഷാ അല്ലാഹ്. അപ്പാ നമ്മളിങ്ങനെയൊക്കെ ഇരുന്നോണ്ട് പറയും ഓണത്തിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ. പക്ഷെ അങ്ങനെ നമ്മളൊന്നും നെഗറ്റീവായിട്ട് കാണരുത്. എല്ലാം പോസിറ്റീവായിട്ടിരിക്കും. എല്ലാം നല്ലതായിട്ട് വരുമെന്ന് വിചാരിക്കും. തന്നെ നല്ലതായിട്ട് തന്നെ വരും. പിന്നെ മനുഷ്യജീവിതം അല്ലേ, സ്ട്രഗിൾസ് ഒന്നും ഫേസ് ചെയ്യാതെ ഒന്നും ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതൊക്കെ അതിൻ്റെ ഇതിലെടുക്കുക. അപ്പം നമ്മൾ തകർന്നു വിഷം ഉയർത്തെഴുന്നേൽക്കുന്നതിലാണ് വിജയം. നല്ല മജന്ത. ഇതിൻ്റെ അമ്മോ എന്നെ രസമല്ലേ. എനിക്ക് പണ്ട് ഈ കസവ് പ്രാന്തിയാണ്. ഞാനിത് കസവല്ല കേട്ടോ, ഇത് സിൽവറാണേ. സിൽവറാണ് കേട്ടോ ഇത്. അപ്പൊ സിൽവർ ആയതുകൊണ്ട് അതിന് ഇത്രയും ഭംഗി. അതേസമയം ഗോൾഡ് ആണെങ്കിൽ ഉണ്ടല്ലോ അത് ഇച്ചിരി, ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞതാണ്, ഗോൾഡ് ആണെങ്കിൽ ഇച്ചിരി ഓവർ ഈ ബ്രൈഡിന്റെ ഒക്കെ വർക്ക് പോലെ ആയി പോകുമെന്ന് തോന്നി. ഇത് പക്ഷെ ഒട്ടും തോന്നത്തില്ല, നല്ലൊരു ഫോമാ. എന്നാ പറയുന്നത്, മഞ്ഞ കളർ, മഞ്ഞയല്ല, എന്നാ പറയുന്നത് ചിക്കു കളർ എന്നൊക്കെ പറയല്ലേ, ഓറഞ്ചാ ഗോൾഡോ? ഗോൾഡ് കളർ എന്ന് വേണേൽ പറയാം. ഗോൾഡിന്റെ ലൈറ്റ്. ചില കളറിൽ എടുത്ത് നിൽക്കുക വർക്ക് ഒത്തിരി എടുത്ത് നിൽക്കുന്ന ഇഷ്ടമില്ലാത്തവർ ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. വർക്ക് എടുത്ത് നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. ആഷ് കളർക്ക് ആഷ്, നേവി ബ്ലൂ, ബ്ലാക്ക്, ഇതൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കളറുകൾ. അകത്തോട്ട് അടിപ്പകത്തുനിന്ന് ചാടി വന്നിരിക്കുന്നു. ഇതൊക്കെ തുന്നിയെടുക്കുന്നല്ലേ. പിന്നെ എന്നാ പറയുന്ന ഓരോ പ്രാവശ്യവും വരുന്ന ബ്ലൗസിൽ എല്ലാ പ്രാവശ്യവും ഒരേ രീതിക്കല്ല ബ്ലൗസിന്റെ സ്റ്റഫ് ഇരിക്കുന്നത്. പല പ്രാവശ്യവും പല രീതിക്കായിരിക്കുന്നത്. അതിപ്പോൾ അതനുസരിച്ച് സ്റ്റഫിനകത്ത് വ്യത്യാസം വരുന്നതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വണ്ണത്തിലും ഒക്കെ വരാം. ഇങ്ങനെ പിടിച്ച് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഇത് കൈ കയറും, ബാക്കി കയറുന്നില്ലെങ്കിൽ ഇവിടെ പിടിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് ഉദ്യമം ഉപേക്ഷിക്കരുത്. അത് വലിച്ചിട്ടാൽ മതി. ഇങ്ങനെ ബനിയനല്ല, ഇങ്ങനെ വലിച്ചെടുത്ത് ഇട്ടാൽ മതി. അത് ഇവിടെ കയറിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ 90% പേർക്കും വലിച്ചിട്ട് കഴിഞ്ഞാൽ വരും. ഇതൊന്നും ഇല്ലാതെ എല്ലാവർക്കും തന്നെ കയറി പോകും. പിന്നെ ചിലരുടെ ഷോൾഡറിന്റെ ഒക്കെ വണ്ണം അനുസരിച്ച്, തലയുടെ വണ്ണമൊക്കെ അനുസരിച്ച്, തലയ്ക്ക് വണ്ണം കൂടുതലുള്ളവരൊക്കെ ഉണ്ട്.
അപ്പോൾ അവർക്ക് തല ഇറങ്ങുന്നില്ലെന്നൊക്കെ തോന്നും. പച്ച എന്നല്ലേ തനി കേരള സാരിക്ക് തനി. ഓ എൻ്റെ പൊന്നെ, ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്തേ. ഇതിനുള്ള സാരി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആ ടൈപ്പ് സാരിയിൽ ഒരെണ്ണമാണ് ഇത്. ഇതിപ്പോൾ കേരള സാരി പോലെ ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ ഞാനൊന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കിയത്. സാരിയായിട്ട് ഉടുത്ത് കാണിച്ചാലേ അത് അറിയത്തുള്ളൂ. ഇത് നമ്മുടെ വിചിത്ര സിൽക്കാന്ന് തോന്നുന്നു. ഇതുണ്ടോ, അടുത്ത ദിവസം വീഡിയോ കാണിക്കാൻ വെച്ചിരിക്കുന്നതാ, വീഡിയോ ആയില്ല. അപ്പം ഈ കാണിച്ച കളറുകളൊക്കെ ഈ ബ്ലൗസിനകത്തുണ്ട്. ഇത് കണ്ടോ, ഇത് ലൈറ്റും ഇത് ഡാർക്കും ആയിട്ട് ഇടാം, അങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്തിടാം. അങ്ങനത്തെ ബ്ലൗസ് സാരിയുടെ വീഡിയോ അടുത്ത ദിവസം കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ബ്ലൗസ് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആ കാണിച്ച സാരി ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അത് അങ്ങനെ കാണിക്കത്തില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ മെനകേടായി പോകും നമുക്ക് ബ്ലൗസിൻ്റെ ഓർഡർ എടുക്കുമ്പോഴേ. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുവാണെങ്കിൽ ഇതേ കണ്ടോ, അല്ലല്ലേ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോളൂ. പിന്നെ ഡെസ്പാച്ചിന് 3 ദിവസം എടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ എംബ്രോയിഡറി ചെയ്ത ബ്ലൗസുകളില്ലേ, അതിൻ്റെ കുറച്ച് റീസ്റ്റോക്ക് ഞാൻ വരുത്തിയിട്ടുണ്ട്, കുറച്ച് കളറുകൾ. അത് ഈ ഇട ദിവസങ്ങളിൽ ഏതെങ്കിലും, ഞായറാഴ്ച വരെ പോകുന്നില്ല, ഇട ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ വൈകുന്നേരം 7 മണിക്ക്, എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ കാണിക്കാം കേട്ടോ. അന്ന് കിട്ടാത്തവർ ഇന്ന് അന്നേരം ഒന്ന് വാങ്ങിക്കാൻ നോക്കിക്കോ. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് 3 ദിവസം എടുക്കും. ഞാൻ ഇന്നലെ ശനിയാഴ്ച ബുക്ക് ചെയ്താൽ തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ശനിയാഴ്ച ബുക്ക് ചെയ്ത് ആക്ക്. അതേസമയം തിങ്കളാഴ്ച ബുക്ക് ചെയ്യുന്നെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ 3 ദിവസം എടുക്കും. അതായത് വ്യാഴാഴ്ച വെള്ളിയാഴ്ചത്തോളം അവർ ഡെസ്പാച്ച് തരും. പിന്നെ ഇപ്പം ഈ വെള്ളം, പലയിടത്തും വെള്ളപ്പൊക്കം, മഴ, ഇതൊക്കെ കാരണം എല്ലാം ഡിലേയാ. കൊറിയറും പോസ്റ്റലും എല്ലാം ഡിലേയാ. നിങ്ങൾ നോർമൽ ഡേയ്സിലെ പോലെ പ്രതീക്ഷിക്കരുത്. പലയിടത്തും വെള്ളപ്പൊക്കം ഒക്കെ, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലരുടെയും ബ്ലൗസുകൾ കിട്ടാതിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് അയക്കാത്തതല്ല, നമ്മുടെ ഡെസ്പാച്ച് കംപ്ലീറ്റ് ആയി. വളരെ കുറച്ച് പേരെങ്ങാണ്ട് പെൻഡിങ് കിടപ്പുള്ളൂ. ബാക്കിയെല്ലാം അവരെ അങ്ങനെയുള്ളവരെ കോണ്ടാക്ട് ചെയ്തോളൂ. അപ്പം കേട്ടോ, ഇഷ്ടമുള്ള അത്രയും ബ്ലൗസ് വാങ്ങിച്ചോ. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.